മാസപ്പടി ഇടപാടിൽ വീണയ്ക്കെതിരെ ഇഡി അന്വേഷണം തുടരാം. തുടർ നടപടികൾ പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശം ഹർജിക്കാരായ CMRLനും ജീവനക്കാർക്കും MD ശശിധരൻ കർത്തയ്ക്ക് മാത്രം ബാധകം. ഇഡി അന്വേഷണത്തിനെതിരായ CMRLന്റെ അപ്പീലിൽ വെള്ളിയാഴ്ച ഹൈക്കോടതി വിധി പറയും. അതുവരെ തുടർ നടപടി പാടില്ലെന്ന് ഇഡിയോട് ഹൈക്കോടതി നിർദ്ദേശം നൽകി. CMRLനും ജീവനക്കാർക്കെതിരെയും ഇഡിയുടെ തുടർ നടപടികൾ വെള്ളിയാഴ്ച വരെ പാടില്ലെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം വീണ ഉൾപ്പെടെയുള്ളവർക്ക് ബാധകമാകില്ല. വീണയ്ക്കെതിരായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഇഡിക്ക് തടസ്സവുമില്ലെന്ന് സാരം. ഇഡി അന്വേഷണത്തിനെതിരെ CMRL നൽകിയ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി വെള്ളിയാഴ്ച വിധി പറയാനും മാറ്റി. ഇന്ന് വാദത്തിനിടെ CMRL കമ്പനിക്കെതിരെ ഹൈക്കോടതി ചില ചോദ്യങ്ങളും ഉന്നയിച്ചു. അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ല വേണ്ടതെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. നിരപരാധിത്വം വ്യക്തമാക്കാൻ CMRLന് ഇഡിക്ക് രേഖകൾ നൽകാം. കുറ്റകൃത്യമില്ലെങ്കിൽ ക്ലീൻ ചിറ്റ് ലഭിക്കുമല്ലോ എന്നും ഹൈക്കോടതി ചോദ്യമുയർത്തി. CMRLന് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര ഹാജരായി. അതേസമയം എക്സ്ലോജിക് സൊല്യൂഷൻസിന് പണം നൽകിയത് IT സേവനങ്ങൾക്കെന്നായിരുന്നു CMRL പറഞ്ഞതെന്ന് ഇഡി കോടതിയെ അറിയിച്ചു. എന്നാൽ അത്തരം സേവനങ്ങൾ എക്സ്ലോജിക്കിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് SFIOയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. CMRL പണം നൽകിയത് ചില വഴിവിട്ട ഇടപാടുകൾക്ക് വേണ്ടിയാണെന്ന് SFIO വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഷെഡ്യൂൾഡ് കുറ്റകൃത്യമുണ്ടെന്നും ഇഡി ഹൈക്കോടതിയിൽ വാദമുയർത്തി. ജനം, കൊച്ചി.